പ്രിയമുള്ളവരെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം 16-ാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച എല്ലാ ജില്ലകളുടെയും ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ഈ കേരള പര്യടനം, കേരള യാത്ര 11ാമത്തെ ജില്ലയായ വയനാട് വന്നിരിക്കുകയാണ് രാവിലെ. അപ്പോൾ ഇപ്പോൾ ഈ ഗാന്ധി സ്ക്വയറിൽ വന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് ഇങ്ങനൊരു കേരള യാത്ര. പൊതുപ്രവർത്തകരൊക്കെ മിക്കവാറും ഇടയ്ക്കിടെ കേരള യാത്ര നടത്തും, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ. ഇനി മയക്കുമരുന്നിനെതിരായിട്ട് ഒരു യാത്ര കൂടി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആശംസ. ഒന്നാമത് നല്ല വെയിലാണ്, 39 ഡിഗ്രി ചൂടിൽ AC മുറിയിലൊക്കെ ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങി നടക്കുമ്പോൾ ലേശം കടുക്കും, നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ ഈ 2-3 ജില്ലകൾ കടന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് പോലും ആവേശം കൂടി. മാത്രമല്ല, മാരകമായ ഈ ലഹരിയുടെ കടയറുത്ത് വീഴ്ത്തിയിട്ട് ഇനി വിശ്രമമുള്ളൂ എന്നാണ് ഞങ്ങൾ 60-65 ആളുകൾ തീരുമാനിച്ചത്. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കള്ള് ഷാപ്പിൽ പോയി ഒരു ലേശം കള്ള് വാങ്ങിച്ച് കുടിക്കുന്ന പോലൊന്നുമല്ല, പട്ടച്ചാരായം അടിക്കുന്ന പോലെയല്ല ഇത്. എന്ന് വെച്ചാൽ ചാരായം കുടിക്കണമെന്നല്ല, ഒരിക്കലും മദ്യം നിങ്ങൾക്ക് ശരീരത്തിന് ഗുണമൊന്നും ചെയ്യില്ല. പക്ഷേ ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രാസലഹരിയുടെ തീവ്രത കടുപ്പമറിയണമെങ്കിൽ കോഴിക്കോട് താമരശ്ശേരി നടന്ന സംഭവം ഒത്താൽ മതി. ഒരാൾ MDMA-യുമായിട്ട് ഒരാളെ പോലീസ് പിടിക്കുന്നു. പോലീസിനെ വെട്ടിക്കാൻ വേണ്ടി MDMA-യുടെ കവർ അയാൾ വിഴുങ്ങുന്നു. ആമാശയത്തിൽ കവർ കിടന്ന് വിലസുന്നു. കുറച്ച് കഴിയുമ്പോൾ കവർ പൊട്ടുന്നു, അയാൾ മരിക്കുന്നു. ആമാശയത്തിൽ കിടക്കുന്ന MDMA-യുടെ കവർ പൊട്ടിയാൽ ഒരാൾ മരിച്ചു പോകും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ജീവിതം തകർത്തെറിയണമെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു സൂയിസൈഡാണ്, ഒരു ആത്മഹത്യയാണ് MDMA എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MDMA ഒരു 7-8 തവണ കഴിച്ച് അഡിക്റ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയെല്ലാം ഒരു മനോരോഗിയുടെ കൂട്ടാകും. മാനസിക രോഗി എങ്ങനെയാണ് പെരുമാറുക? അയാൾക്കൊരിക്കലും അയാളെ നിയന്ത്രിക്കാൻ കഴിയില്ല. മനോരോഗി എന്ന് പറഞ്ഞാൽ അയാളുടെ മനോനില തെറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്, കൺമുന്നിൽ നിൽക്കുന്നത് ആരാണ്, അമ്മയാണോ സഹോദരിയാണോ, ഇതൊന്നും അയാൾക്ക് മനസ്സിലാകില്ല. ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്നൊരു മനോരോഗം ചിലപ്പോൾ നിങ്ങൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. കൊലപാതക പ്രണയമാണത്. ഒരു കടാരി ഇങ്ങോട്ട് എടുത്ത് കുടാന്നിങ്ങനെ കുത്തിയിടുന്ന സമയത്ത് ഈ മനോരോഗിക്കുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളാണ് ഹോമിസൈഡൽ മാനിയ നാം പ്രകടിപ്പിക്കുന്നത്. അതേപോലെ ഒരു രോഗിയാണ് ഈ MDMA പോലുള്ള രാസലഹരി കഴിക്കുന്ന ആളുകളും. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, MDMA കഴിക്കുന്നതിന് മുമ്പ് സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ കൂളെന്നൊക്കെ പറഞ്ഞാൽ മിഠായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ രാസലഹരിയല്ല, ചെറിയ ലഹരി കലർത്തി കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികളെ നിർബന്ധിക്കും, അവർ വാങ്ങിച്ച് കഴിക്കും. 5-6 തവണ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഈ സാധനമില്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കൊച്ചുകുട്ടികൾക്ക്. അവർ ഈ കൊടുത്ത ആളിനെ അന്വേഷിച്ചിട്ട് പോകും. നിങ്ങളറിയണം, ഞങ്ങൾ ഈ പര്യടനം ആരംഭിക്കുമ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടൊരു തുറന്ന പോരാട്ടവുമായി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ധാരണ എന്തായിരുന്നു അറിയാമോ? 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് കേരളത്തിൽ MDMA കഴിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്നായിരുന്നു. എന്നാൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നപ്പോൾ, ആലത്തൂർ സ്റ്റേഷനിലെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്ന വിലയിരുത്തപ്പെട്ട സ്റ്റേഷനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നു, ഇവിടെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMA-യുടെ അഡിക്റ്റാണെന്ന്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം നിങ്ങൾക്കറിയാമോ? 9 വയസ്സ്. 9 വയസ്സുള്ളൊരു കുട്ടി അകാലത്തിലെ അവൻ്റെ ആയുസ് 7 കൊല്ലമായി ചുരുക്കും. അതായത് MDMA പോലുള്ള രാസലഹരി നിരന്തരമായി കഴിക്കുന്ന ഒരാൾ 7 കൊല്ലത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതിൽ കൂടുതലായാൽ 1-2 കൊല്ലം കൂടി ചത്തതിനൊക്കുമയെ ജീവിച്ചിരിക്കലും എന്ന് കവി പറയില്ലേ, അതേപോലെ ചിലപ്പോൾ കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കും. അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ കശക്കിയെറിയാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ നാട്ടിലെ മനുഷ്യരുടെ സ്നേഹം അനുഭവിക്കുവാനും ഈ നാടിൻ്റെ പച്ചപ്പും ശുദ്ധവായുവും ജലവും എല്ലാം ആസ്വദിക്കാൻ കിട്ടിയ അപൂർവമായൊരു സൗഭാഗ്യം തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമ്മൾ ഈ രാസലഹരിയിൽ മൂക്കുകുത്തി വീഴുന്നു. ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നവർക്കറിയാം. പഞ്ചസാരയുടെ തരി പോലെ വെളുത്തിരിക്കുന്ന സാധനമാണ്, കാണുമ്പോൾ വലിയ തോന്നല്ല. ഇത് വീട്ടിൽ കഴിച്ചിട്ട് ഒരാൾ വന്നാൽ അറിയത്തുപോലുമില്ല. ഇതിന് ശരിക്കും ഒരു ഗന്ധമില്ല, ഒരു മണമില്ല. നമ്മൾ സാധാരണ മൂക്കറ്റം മദ്യപിച്ച് വീട്ടിൽ കയറി എന്ന് കുടുംബത്തിൽ വന്ന് ഭാര്യയെ തല്ലുന്ന ഭർത്താവിന് അയാൾ മൂക്കറ്റം മദ്യപിച്ചാൽ വരുന്നതിനുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അടുത്ത മുറി കയറി കഥ അടയ്ക്കാം. ഇത് ഗന്ധം പോലും കാണത്തില്ല. 4-ാം കാലിൽ വരുന്ന ഭർത്താവിനെ പോലെയോ മറ്റൊരാളിനെ പോലെയോ അല്ല ഈ MDMA. അപ്പോൾ മഹാപകടകാരിയാണ് ഈ ഒരു യാത്ര. കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത് കുറച്ച് അമ്മമാരാണ്. ഈ അമ്മമാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൽ കൺമുന്നിൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയ സിദ്ധാർത്ഥൻ്റെ അമ്മ വരെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഹോസ്റ്റൽ മുറിയിൽ റാഗിങ്ങിന് വിധേയമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അതേപോലെ
ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാരടങ്ങുന്ന ഒരു 100-150 അമ്മമാരാണ് ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്തുകൊണ്ട് അമ്മമാർ? നിങ്ങൾക്കറിയാമോ? അമ്മമാരുടെ കണ്ണീര് മണ്ണിൽ വീണു തുടങ്ങി, ചുടുകണ്ണീർ വീണു തുടങ്ങി. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊക്കെ വളരെ മാന്യന്മാരാണ്, അവർക്ക് ഈ MDMA രാസലഹരിയൊന്നും ഞാൻ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്, വളർത്തുദോഷം അനുഭവിച്ച ചില കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ പോകുന്നത് എന്ന് നിങ്ങൾ കരുതുമായിരിക്കും. പക്ഷേ അതല്ല സത്യം. നിങ്ങൾ എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കരുതി വീട്ടിൽ സന്തോഷമായി ഫ്ലവേഴ്സൊക്കെ ഓൺ ചെയ്ത് സീരിയലും കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ, തൊട്ടപ്പുറത്ത് MDMA കഴിച്ച് ഉന്മത്തനായി നടക്കുന്ന ഒരു പരാക്രമി നട്ടപ്പാതിരാക്കി കൊലക്കത്തിയുമായി വാതിൽ ചവിട്ടിപ്പൊളിച്ച് നിങ്ങളെ വീട്ടിനുള്ളിൽ കയറി വരും. അവന് ഒരു ആഗ്രഹമേ ഉള്ളൂ, ചീറ്റിത്തെറിക്കുന്ന രക്തം. അവൻ നെഞ്ചിൽ കടാര കുത്തിയിറക്കും. നിങ്ങൾ അവൻ്റെ ശത്രുവാണ്. എന്തിനെന്ന് ചോദ്യമില്ല. കാര്യം ഒരു യുക്തിയും ഇങ്ങനെയുള്ള ആളുകളിൽ പ്രവർത്തിക്കില്ല. ഒരു ഡോക്ടർ ഇവിടെയുണ്ട്, നമ്മുടെ കൊച്ചു ഡോക്ടർ. അത് ഡോക്ടേഴ്സിന് നന്നായിട്ട് അറിയാം അവരുടെ പ്രകൃതം, താല്പര്യം, അവരുടെ പെരുമാറ്റം. ഞാൻ ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി MDMA കഴിക്കുന്ന ഒരു പയ്യൻസിനെ കണ്ടു. അവൻ്റെ പ്രായം ഒരു 16-17 വയസ്സ് വരും, പ്രായപൂർത്തിയായിട്ടില്ല. അവൻ്റെ കണ്ണുകൾ കണ്ട് ഞാൻ പേടിച്ചുപോയി. ഭയചകിതമായ കണ്ണുകളെന്ന് മാത്രമല്ല, ആ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരിക. നമ്മളൊന്ന് തടഞ്ഞില്ലെങ്കിൽ ഈ കണ്ണെടുത്ത് പുറത്തിയാടിക്കളയും എന്നതിൽ ശരീരമാകെ കോലം കെട്ട് വികൃതമായ മുഖം, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തോന്നും. ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പേടിച്ച് വശം കെട്ടു. ഞാനൊന്ന് തഴുകാൻ ശ്രമിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ചീറ്റപ്പുലിയെ പോലെ ചാടി എഴുന്നേറ്റു. നിങ്ങൾക്കറിയാം, ഒരു മാതൃവാത്സല്യവും അവൻ അനുഭവിക്കാൻ കഴിയില്ല. കാരണം അവനൊന്നും മനസ്സിലാകില്ല. അവനാകെയുള്ളത് കടാരി വേണം, കുത്തണം, കൊല്ലണം. ഞാൻ എന്തുകൊണ്ട് ഇതിനിറങ്ങി തിരിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ വാർത്താമുറിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ രാവിലെ 7 മണിക്ക് ഞാൻ മോർണിംഗ് ഷോയിൽ വരാറുണ്ട്. നിങ്ങളൊക്കെ കാണും, വീട്ടമ്മമാരൊക്കെ പ്രത്യേകിച്ചും കാണും. നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ ഞാൻ 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് 18 സെക്കൻഡ്സ് എന്ന് പറയാറില്ലേ? കാര്യം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഫ്ലോറിലോട്ട് വന്നു. നല്ല അത്യാവശ്യം കുളിച്ച് നല്ല റെഡിയായി. നമ്മളൊക്കെ മലയാളികൾ 4 നേരം കുളിക്കുമല്ലോ, കയ്യിൽ കുറച്ച് മോശമാണെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ 4 നേരമൊക്കെ കുളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കുളിച്ച് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഇന്നൊരു കൊലപാതകവും വായിക്കേണ്ടി വരരുത്, ആരുടെയും സമാധാനം കെടുത്തരുത്. ഇന്ന് ഒരുത്തനും ചുറ്റിക കൊണ്ട്, അറിയാമല്ലോ, വെഞ്ഞാറമൂടിൽ ഒരു കൊലപാതകി ഒരേ ചുറ്റിക കൊണ്ട് 6 പേരെ തലക്കടിച്ച് 5 പേരെ കൊന്നു. എന്നിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ കയറി സന്തോഷമായിട്ട് പറഞ്ഞു, ഏതാണ്ട് ടൂർ പോയ കാര്യം പറയുന്ന പോലെ, ഞാനൊരു 5-6 പേരെ കൊന്നിച്ച് വരിക, എങ്ങനെയുണ്ട് ഐഡിയ, ഹൗസ് മൈ ഐഡിയ എന്ന് ചോദിച്ചു. CI വിചാരിച്ച് ഭ്രാന്താന്ന് വിചാരിച്ച് മൂലയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോലീസുകാരനെ പറഞ്ഞു, ഇവൻ വട്ടാ പറയുന്നെങ്കിലും ചിലപ്പോൾ ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്, നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു. കോൺസ്റ്റബിൾ അന്വേഷിച്ച് പോയി ഒരു വാതിൽ തുറന്ന് നോക്കിയപ്പോൾ 2 ശവം അവിടെ തന്നെ കിടപ്പുണ്ട്. അവനെ ഒരേ ചുറ്റി കൊണ്ടാണ് തിരുനെറ്റിയിലിടിച്ച് രക്തം ചീറ്റിയപ്പോൾ പോലും ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് യാതൊരു കുറ്റബോധവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ അഫാൻ ചിലപ്പോൾ MDMA കഴിച്ചിട്ടുള്ളവനായിരിക്കും, ഈ രാസലഹരി അവൻ്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ടാണ് അവന് യാതൊരു ഫീലിംഗും ഇല്ലായിരുന്നു. കണ്ട CIക്കും സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഞെട്ടലായി. ഞാൻ പറയാൻ വന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ കുട്ടികൾ നല്ലവരാണ് എന്ന് കരുതി നമ്മൾ സമാധാനത്തോടെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് തെറ്റി. കാര്യം എന്താ അറിയോ? ഒരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴോ, നിങ്ങളൊരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴോ, ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി നിൽക്കുമ്പോഴോ ചുമ്മാ ഒന്ന് ചിരിച്ചാൽ മതി. എന്തിനാടാ ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പിച്ചാത്തിയെടുത്തിട്ട് കുത്തായിരിക്കും. നിങ്ങൾ നിർദോഷമായിട്ട് ഒന്നും ചോദിച്ചു കാണത്തില്ല. നിങ്ങളൊന്ന് ചിരിച്ചാൽ മതി, എന്തിനാ കിണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തും. ഇതാണോ നമ്മുടെ നാട്ടിലെ സമാധാന ജീവിതം? ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ തീരുമാനിച്ച ദിവസം ഇങ്ങനൊരു പര്യടനം കേരളത്തിൽ നടത്തണം, കേരളത്തെ ഒന്നുകൂടി അറിയാൻ. ഞാൻ മനസ്സിലാക്കി എൻ്റെ കേരളമല്ല ഈ കാണുന്നത് എന്ന് സംശയം തോന്നിയൊരു നിമിഷം. ആ ദിവസം രാവിലെ 7 മണി മുതൽ 9 മണി വരെ 2 മണിക്കൂർ ദൈർഘ്യത്തിൽ 14 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. 14 കൊലപാതകങ്ങൾ. നിങ്ങൾ അറിയണം, ഈ കൊലപാതകങ്ങളൊക്കെ അതിനീചമായ കൊലപാതകങ്ങളാണ്. പെറ്റമ്മയുടെ നെഞ്ചു പിളർന്ന് കയറുക, അതല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പിതാവിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക. കുട്ടികൾ ചെയ്തിരിക്കുകയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. നമ്മൾ വാർത്താമുറിയിലിരുന്ന് ഞങ്ങളുടെ വാർത്താ ദുരന്തന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്തായി കേരളത്തിന് സംഭവിക്കുന്നത്, ഇനി ഈ വാർത്തകളൊക്കെ തെറ്റാകുമോ? ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു അന്വേഷണം നടത്താം. അങ്ങനെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ 2 ജില്ലകൾ കടന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും, ഞാനത് പറയുകയാണ്, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും രാസലഹരിയിൽ നിന്ന് വിമുക്തമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുക. ഇന്നലെ രാത്രി 2:30 മണിക്ക് വരുമ്പോൾ ചെറിയ കുട്ടികളെ MDMAയുമായി പോലീസ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ വയനാട്ടിൽ, ഈ പുൽപ്പള്ളിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെ ഞങ്ങളിന്ന് പോയ പല സ്ഥലത്തും ഒരാൾ അവകാശവാദത്തോടെ പറയുന്നു, സാർ 1 മണിക്കൂറൊന്ന് ക്ഷമയോട് കാത്തു നിൽക്കാമെങ്കിൽ ഇപ്പം ഞാൻ സാധനം കൊണ്ടുതരാമെന്ന് പറഞ്ഞു.
എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞങ്ങ് പോയി. മനസ്സിലായോ? എന്നോട് വെല്ലുവിളിക്കുന്ന പോലെ പോയി. പിന്നെ ഏതോ ഒരു MDMA-കാരൻ്റെ കൈ പിടിച്ചങ്ങ് തിരിച്ച്. ആൾക്കൂട്ടമല്ല, എനിക്കൊന്നും മനസ്സിലാക്കാം. ഞാൻ കൈ കൊടുത്തു ഒരു വരല. അപ്പോൾ എനിക്ക് മനസ്സിലായി MDMA-കാരൻ്റെ കയ്യിലെ എൻ്റെ കൈ. ഞാൻ കൈ വലിച്ചെടുത്തു. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ഫോണിൽ വിളിച്ച് പറഞ്ഞില്ല കഴുത്തെ തല കാണത്തില്ലെന്ന് പറയുന്നു. എന്നും രാവിലെ തപ്പി നോക്കണം ഇതുണ്ടോന്ന്. ഈ സാധനം അപകടം പിടിച്ചതാണ്, എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. നിങ്ങൾ ഇതിൽ നിന്നും അധൈര്യപ്പെടരുത്. ഞാൻ പറയുന്ന കാര്യം എന്താ അറിയോ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ അയലത്ത് ഈ MDMA വിൽക്കുന്ന ഒരുത്തരെ കണ്ടു കഴിഞ്ഞ് മനസ്സിലായാലും നമ്മൾ വിചാരിക്കും പാവം കഴിഞ്ഞു പോട്ടെ, അവന് ജീവിക്കാൻ വരെ മാർഗ്ഗമില്ലാത്തവനല്ലേ. അവൻ ചെയ്യുന്നത് നിങ്ങളുടെ കുരുന്നുകളെ കൊലപ്പെടുത്തുന്ന തുല്യമുള്ള കർമ്മ പദ്ധതിയാണ് അവൻ ചെയ്യുന്നത്. അവനെ പോലീസിൽ ഏൽപ്പിക്കണം. നിങ്ങൾക്കൊരു സിവിൽ അധികാരമുണ്ട്. ഭരണഘടന നൽകുന്ന ഒരു അധികാരം. ഏതെങ്കിലും ഒരുവൻ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അവനെ പോലീസിൽ ഏൽപ്പിക്കാൻ ഭരണഘടന നിങ്ങൾക്കൊരു അവകാശം നൽകുന്നുണ്ട്. കയ്യാങ്കളി പാടില്ല. കിട്ടിയാളുടെ ഇടിച്ച് മണ്ണ ഒട്ടിച്ച് കളയരുത്, അത്രയേ ഉള്ളൂ. നേരിട്ട് പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിലെ ജനങ്ങൾ വല്ലാത്ത പ്രതികരണമാണിപ്പോൾ. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ സമാധാന ജീവിതം കെട്ടുപോകും. കോവിഡ് കഴിഞ്ഞതിന് ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: ഈ രാസലഹരി വ്യാപനം. ഈ ലഹരി ഇങ്ങനെ വ്യാപിക്കാൻ പാടില്ല. നമ്മുടെ സമാധാനം കെട്ടുപോകും. നിങ്ങൾക്കറിയാമോ, 70 കൊലപാതകങ്ങൾ കേരളത്തിൽ 2 മാസങ്ങൾക്കിടയിൽ നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും അരങ്ങേറിയത് രാസലഹരിയുടെ സ്വാധീനത്തിലാണ്. MDMA കഴിച്ചവൻ കുത്തിക്കൊല്ലുന്നു. അതുപോലെ 600 കേസുകൾ ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിൽ പോലീസ് എടുത്തപ്പോൾ അതിൽ 30% പേരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. നമ്മളെന്ത് പ്രതീക്ഷയോടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്? 18 വയസ്സ് തികയാത്ത കുട്ടികൾ MDMA പോലുള്ള മാരകമായ രാസലഹരി ഉപയോഗിച്ചിട്ട് കൊലക്കത്തി കയ്യിലെടുത്ത് കൊലക്കത്തിയും വീശി നാടിൻ്റെ സമാധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു. നമുക്കെങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? നിങ്ങൾ ആലോചിക്കുക. ഈ നാട്ടിൽ നമുക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് കൈവിട്ടു പോകും. ഞാൻ അറിയുന്ന കേരളമല്ല ഞാൻ ഇന്ന് കാണുന്ന കേരളം. കേരളം ഒരുപാട് മാറി. കവികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന് അന്യമാം രാജ്യങ്ങളിൽ. ഇങ്ങനെയാണോ കേരളം വളരേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ടൂറിസം, വയനാട്ടിലൊക്കെ ടൂറിസം വളരുന്നതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ച ആവേശത്തോടെ കാണുന്നൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അതായത് വയനാട് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കുള്ള വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുമെന്ന് ഭയന്ന ഞാൻ തന്നെ അത് മുണ്ടക്കൈ ചൂരൽമല എന്ന് സർക്കാർ പറയുന്നതിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയ ആളാണ് ഞാൻ. കാര്യം മുണ്ടക്കൈ ചൂരൽമല 3 ഗ്രാമങ്ങളിൽ മാത്രം ഒരു പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തം വയനാടിനെ ചൂഴ്ന്നിറങ്ങാൻ പാടില്ല എന്ന് തീരുമാനിച്ചതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ആ പറയുന്ന പ്രദേശത്ത് മാത്രം ഒതുക്കി നിർത്തിയില്ലെങ്കിൽ വയനാടിൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എത്രയോ തവണ ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വയനാടിനുണ്ടാകുന്ന വേദനയൊക്കെ നമ്മൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ഇവിടെ നിൽപ്പുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാടിൻ്റെ ഏറ്റവും ധീരനായ മാധ്യമപ്രവർത്തകനാണ്. ആ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടുന്നതിന് തൊട്ട് മുമ്പും തൊട്ട് പിന്നെയും ഒക്കെ തന്നെ വയനാടിൻ്റെ നാടിയിടിപ്പ് എന്താണെന്ന് 24 പ്രേക്ഷകരെ കേൾപ്പിച്ച ഒരു അസാധാരണമായ മാധ്യമപ്രവർത്തകനാണ് ഈ നമ്മുടെ സ്വന്തം സുർജിത്ത് അയ്യപ്പത്ത്. വികാരജീവിയാ. ചെറിയ കാര്യങ്ങൾ വന്നാൽ വേദനിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ വികാരവേദനകളെല്ലാം തന്നെ ചില പ്രതിസന്ധികളിലും ദുരന്തങ്ങളിലും നാട് പെട്ടുപോകുമ്പോൾ ആ വേദനയിൽ നിന്ന് വേറെ രീതിയിൽ ജനിക്കുന്നൊരു ജേർണലിസ്റ്റിനെ നമുക്ക് അയാളിൽ കാണാം. അതാണ് നമ്മൾ ആദരവോടെ കാണുന്ന സുർജിത്ത് അയ്യപ്പത്ത് എന്ന് പറയുന്ന 24 പ്രിയപ്പെട്ട വയനാട് റിപ്പോർട്ടർ. അങ്ങനെ എത്രയോ ആളുകൾ. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ നാട്ടിൽ മദ്യം ഭയങ്കരമായിട്ട് മദ്യം ഇങ്ങനെ ഒഴുകുകയാണ്. ചാലക്കുടിയാണോ കരുനാഗപ്പള്ളിക്കാരാണോ ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്നുള്ള മത്സരം ഓരോ കൊല്ലം കേരളത്തിൽ നടക്കുന്നത്. സത്യത്തിൽ ഈ മദ്യപാനത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ MDMA-യുടെ കാര്യം പറയുമ്പോൾ ചാരായം കുടിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയാത്തത്? നമ്മളെല്ലാം കൂടി പറഞ്ഞാൽ എങ്ങും എത്തത്തില്ല. നമ്മൾ ആദ്യം ഈ ക്രിമിനലുകളെ, ഈ നരാധമന്മാരെ ഈ നാടിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർ, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഒരു 35,000 രൂപ ചിലവാക്കിയാൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്ന്. ചെറിയ പരിപാടിയാണ്. കർണാടക സംസ്ഥാനം നിങ്ങൾക്കറിയാം. ഇന്ന് പോയ ആ പള്ളിക്കടുത്തുള്ള ആ പ്രദേശം, ആ കാട്ടുവഴികളിലൂടെ 6-7 കാട്ടുവഴികളിലൂടെ അവർ കടന്നു കയറിയ പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കുറച്ച് പോലീസുകാരെ അവിടെ കണ്ടുള്ളൂ. സത്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ആ പറയുന്ന പള്ളിക്ക് സമീപം ഊടുവഴികൾ മുഴുവനും സീൽ ചെയ്യണം. ആ ഊടുവഴികൾ മുഴുവൻ സീൽ ചെയ്യണം. നിങ്ങളിറങ്ങി അവിടെ പോയി നിൽക്കണം. ഈ പള്ളിക്കരികിലൂടെ ആ പള്ളിയുടെ വിശുദ്ധി, ഞാനതിനകത്ത് പോയതാണ്. ആ പള്ളിയിൽ ആയിരക്കണക്കിന് നല്ല മനുഷ്യർ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വഴികളിലൂടെ MDMA പോലുള്ള മാരക രാസലഹരി കേരളത്തിലേക്ക് കടത്തുന്നത് മലയാളികൾ തന്നെയാണ്. ഇത് കർണാടകത്തിലുള്ളവരല്ല. കർണാടകത്തിൻ്റെ മുതലാളിമാരിയ്ക്കുന്നു. ആ മുതലാളിമാരുടെ സവിധത്തിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങി ഊടുവഴികളിലൂടെ നമ്മുടെ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച്, പോലീസിൻ്റെ കണ്ണുവെട്ടിക്കാതെല്ലാം പോലീസിന് ആവശ്യമായ സംഘമില്ല. നമ്മൾ പറയുന്നത് കർണാടക സർക്കാർ തന്നെ
ഈ ഈ ഉറവിടങ്ങളുണ്ടല്ലോ, ഈ MDMA കേരളത്തിലേക്ക് വരുന്ന ഉറവിടങ്ങൾ തച്ച് തകർക്കണം. കാരണം കേരളം തകർന്നാൽ കർണാടക തകരും, കർണാടകം തകർന്നാൽ തമിഴ്നാട് തകരും, ഇവരെല്ലാം തകർന്നാൽ ഇന്ത്യ തകർന്നു പോകും. അപ്പം നമ്മൾ ഒരേ ശബ്ദത്തിൽ നമ്മൾ പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോഴും നമ്മൾ കുറച്ച് താമസിച്ചു പോയി. എന്നിരുന്നാലും നമ്മുടെ പോലീസ് സംവിധാനവും ജനങ്ങളുമെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. ഈ മാസം 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ 1 ലക്ഷം പേരുടെ ഒരു ശക്തി പ്രകടനം നടത്തുന്നു. എന്തിന് 1 ലക്ഷം പേർ? കുറച്ച് 10,000 പേർ നിന്നാൽ പോലെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. എന്തിനാണെന്നറിയാമോ? കർണാടകത്തിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലുമൊക്കെ ഇരുന്ന് ഈ കേരളത്തിലേക്ക് ലഹരി ഒഴുക്കിവിടുന്ന ഈ നെറിയേട് കാണിക്കുന്ന നരാധമന്മാർ ഞെട്ടണം. കേരളീയർ ഒന്നാണ്, അവർക്ക് ശബ്ദം ഒന്നേ ഉള്ളൂ. നിൻ്റെയൊക്കെ കിടപ്പറകളിലേക്കും നിൻ്റെയൊക്കെ ഉറവിടങ്ങളിലേക്കും കടന്നു വരാൻ ഞങ്ങൾക്ക് 1 നിമിഷം മതി എന്ന് ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും. നിങ്ങളൊക്കെ കോഴിക്കോട് വരണം, നിങ്ങൾ കോഴിക്കോട് വരണം. കാരണം എന്താണെന്നറിയാമോ? ഇതൊരാളോ 9 പേരോ സർക്കാരോ തീരുമാനിച്ചാൽ നിർത്താൻ പറ്റില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് അമ്മമാരാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കണം. ഈ 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് അറബിക്കടൽ ഇരമ്പി ആർക്കുന്ന അതേ ശക്തിയിൽ നമ്മൾ ആവേഗത്തോടെ വിളിച്ചു പറയും. അവസാനത്തെ നരാധവനും ഈ നല്ല മണ്ണ് കേരളം വിട്ടുപോകണം. കേരളത്തിൽ ഒരുവനും ഇനി MDMA പോലുള്ള മാരക രാസലഹരി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും കടന്നു പോകണം. നമ്മുടെ നാട് സമാധാനത്തോടെ കഴിയണം. സമാധാനം ധ്വംസിക്കാൻ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കില്ലെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കോഴിക്കോട് വരൂ. സമയം മറക്കണ്ട. 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. ചിലപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു മഴ വരാൻ സാധ്യതയുണ്ട്. ഇത്തിരി മഴ നനഞ്ഞാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ കാണുന്നുണ്ട് മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഈ മേഘങ്ങളെ വല്ല MDMAക്കാനും വിലക്കെടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിക്കാതിരിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങളെ അവിടെ കാണണം. നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വയനാട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം കിടന്ന് ഉറങ്ങിക്കൂടി. ആ സമയത്ത് നിങ്ങൾ ഇപ്പോഴും ഉറങ്ങാൻ തീരുമാനിച്ചാൽ എന്നേക്കുമായി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. കൊലക്കത്തിയുമായി പാഞ്ഞു നടക്കുന്ന MDMAക്കാരൻ്റെ കത്തിയിൽ ഇരയാകാൻ നിങ്ങൾക്കൊന്നും വിധിയില്ല എന്ന് തീരുമാനിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. 20-ാം തീയതി അങ്ങോട്ട് വരൂ. നിങ്ങളെ കാണാൻ കഴിഞ്ഞ സന്തോഷം. നിങ്ങളെല്ലാവരും, ഞാൻ ഈ വടക്കൻ കേരളത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ജില്ലകളിൽ ഇതിൻ്റെ അവബോധം വളരെ കൂടുതലാണ്. അമ്മമാർ മദേഴ്സ് ആർമി എന്ന് ആർമിയെ പോലും കണ്ടു വരുന്ന വഴിക്ക് അമ്മമാരുടെ പട്ടാളം, അമ്മമാർ ചൂലെടുക്കണം, അധ്യാപകർ ചൂരലെടുക്കണം. എന്നാലേ നമുക്കിതിന് അവസാനം ഉണ്ടാകും. അമ്മമാരൊക്കെ കരുത്തോടെ വരിക. നമുക്ക് അവിടെ കാണാം, കോഴിക്കോട് കടപ്പുറത്ത് 4 മണിക്ക് ഞായറാഴ്ച 20-ാം തീയതി വരുമല്ലോ. ഗുഡ് ബൈ.